ഞങ്ങൾ വ്യക്തിപരമായി നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് 86 സീറ്റിൽ UDF അധികാരത്തിൽ വരുന്നു. അതിൽ കണ്ണൂരിലെ രാഷ്ട്രീയമൊക്കെ നമ്മൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. 86-ന് പുറമെ 23 സീറ്റിന്റെ ചാൻസുകളാണ് നമ്മൾ കാണുന്നത്. ആ 23-ഉം ജയിച്ചു കഴിഞ്ഞാൽ ഒരു 109, 110 സീറ്റിലേക്ക് എത്തും. 86 കഴിഞ്ഞ് ഈ പറയുന്ന ചാൻസ് സീറ്റിന്റെ 50% വന്നാൽ പോലും 100 സീറ്റിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ ഈ 1.5 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയമാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലുമൊക്കെ കുഞ്ഞികൃഷ്ണൻ സഖാവാണെങ്കിലും ഗോവിന്ദൻ സഖാവാണെങ്കിലും എല്ലാം അവർ ഉയർത്തുന്നു. സുധാകരേട്ടൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പാലക്കാട് ജില്ലയിലെ ശശിയും സുരേഷും മത്സരത്തിന് വരുന്നു. ആയിഷ പോറ്റി ഈ പറയുന്ന പിണറായി സത്തിന്റെ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ ഒരു ഘട്ടത്തിൽ പോലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലോ അല്ലാതെയോ CPM-ന് ഇത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ വിട്ടുപോരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം എല്ലാവരും പറഞ്ഞത് ഞാൻ ഈ പറയുന്ന കുടുംബാധിപത്യ ഏകാധിപത്യ പിണറായിയുടെ ഈ ധാർഷ്ട്യ രാഷ്ട്രീയമാണ്, ഈ പറയുന്ന ഫാസിസ്റ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ട് എന്ന് പറയുന്നത് പിണറായി എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ വ്യക്തിയെ കാലം ഇനി വരാനിരിക്കുന്ന തലമുറ പരിചയപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ കൊണ്ടുപോയി സംഘിയുടെ കാലിൽ കെട്ടിയ ഒറ്റുകാരനായി സഖാവ് പിണറായി ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോട് കൂടി മാറാൻ പോവുകയാണ്. നല്ല മാനാഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി ഇത്രയും അപമാനിതനായിക്കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ചിത്രമുണ്ടാകും. അതുപോലെയുള്ള കൊടും ചതിയാണ് അദ്ദേഹം കേരളത്തിലെ മതേതര സമൂഹത്തോടും ആ പാർട്ടിയോടും ആ മുന്നണിയോടും ചെയ്തിട്ടുള്ളത്.